മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനേറെ പൊരുത്തപ്പെട്ട ഒരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഖൈറായ മുറാദുകളൊക്കെയും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ആളെന്ന് കുറച്ച് ആൾക്കാരൊന്നും അങ്ങോട്ട് കാര്യമാണ്. ഇൻഷാ അല്ലാഹ് മജ്ലിസ് നൂർ ചൊല്ലി നമുക്ക് റബീഉൽ അവ്വലിൽ നമ്മൾ ഓതുന്ന ഒരു ഹദീസ് മൗലിദും കുറച്ച് സലാം ബൈത്തിന്റെ വരികളും നമുക്ക് ചൊല്ലാനുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഒരല്പ സമയം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസ് നൂറിലേക്ക് പ്രവേശിക്കാം. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടി അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു, മുത്തുനബി തങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വസ്തുവിനെയും അല്ലാഹു തആല പഠിച്ചിട്ടില്ല. സ്വർഗമാകട്ടെ, കഅബയാകട്ടെ, ആകാശമാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അതൊക്കെ മുത്തുനബി തങ്ങളുടെ താഴെയാണ്. കാരണം അവകളും പടക്കപ്പെടാനുള്ള കാരണക്കാരൻ ആര് തന്നെയാണ്? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നാൽ ഇവിടെ നബി തങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി തങ്ങൾ ഈ ലോകത്തിന്റെ നേതാവായി വന്നത്, അതല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ മക്കയിലെ പ്രവാചകനായി ഉദയം ചെയ്തത്, അതൊരു യാദൃശ്ചിക സംഭവമായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കാൻ പാടില്ല. മുത്തുനബി തങ്ങളുടെ ബിഅ്സത്ത് എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികമായ ഒരു നേതാവിന്റെ പിറവിയല്ല. അങ്ങനെ ചിലപ്പോഴൊക്കെ ഉണ്ടാകലുണ്ട്. അതായത് ഒരാള് രാഷ്ട്രീയത്തിലോ ഭൗതിക തലത്തിലൊക്കെ വലിയ നേതാവായിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു നേതാവ്, അയാൾക്ക് പെട്ടെന്നൊരു അപകടമോ ഒരു മരണമോ സംഭവിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ പിന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ അദ്ദേഹത്തിന്റെ മകനോ അനുജനോ ഭാര്യയോ ഒക്കെ ഒരു സുപ്രഭാതത്തിൽ നേതാവായിട്ട് ഒരു യാദൃശ്ചികമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഉദയം ചെയ്തു വരുന്ന ചില നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതുപോലെ ഒരു യാദൃശ്ചികമായ ഉദയമായിരുന്നു മുത്തുനബി തങ്ങളുടേത്? ഒരിക്കലുമല്ല. എന്നാലാകട്ടെ ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ പിൻബലം കൊണ്ട് നേതാവായതുമല്ല. ബാപ്പയുടെ ആ മരണം കൊണ്ട് സംഭവിച്ച വിടവ് നികത്തി അങ്ങനെ നേതാവായതുമല്ല. മറിച്ച് ഇത് അള്ളാഹുവിന്റെ അനന്തമായ ഒരു തീരുമാനമാണ്. അതിന് അള്ളാഹു ഈ ഭൂമിയിൽ എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഒരുക്കി വെച്ചതെന്ന് നിങ്ങൾ നോക്കൂ. അള്ളാഹു ആദ്യം ഒരുക്കുന്ന അള്ളാഹു ഇവിടെ ആദ്യം പഠിച്ചത് മുത്തുനബി തങ്ങളുടെ ആ നൂറിനെയാണ്. അവിടെ നിന്നും തുടങ്ങിക്കണം അള്ളാഹു ഈ നബി തങ്ങളുടെ ഈ ബിഅ്സത്ത് വരെയുള്ള ഒരുക്കലുകൾ. ആദ്യം അവിടുത്തെ ആ നൂറിനെ അള്ളാഹു പഠിച്ചു. പിന്നെ ആ നൂറിൽ നിന്ന് ആകാശത്തെ പഠിച്ചു, ഭൂമിയെ പഠിച്ചു, അർശിനെ പഠിച്ചു, കുർസീനെ പഠിച്ചു, ലൗഹിനെ പഠിച്ചു, കലമിനെ പഠിച്ചു, അങ്ങനെ പഠിച്ചു. ഈ പ്രപഞ്ചത്തിന് ആവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഒരുക്കിയത് മുത്തുനബി തങ്ങളുടെ ആ നൂറിൽ നിന്ന് ഒരു അംശം എടുത്തിട്ടാണ്. പിന്നെ അള്ളാഹു തആല മലക്കുകളെ പഠിച്ചു, അതും ആ നൂറിൽ നിന്ന് എടുത്തിട്ടാണ് മലക്കുകളെ പഠിക്കുന്നത്. പിന്നെ മനുഷ്യരാശിയുടെ തുടക്കം എന്ന നിലക്ക് അല്ലാഹു തആല ആദം പഠിച്ചത് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പാപ്പയായ ആദം നബിയാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ ഈ നൂറിനെ അല്ലാഹു ആദം നബിയുടെ മുതുകിൽ നിക്ഷേപിച്ചു. പിന്നെ അങ്ങനെ അത് ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ഉത്തമരായ ആളുകളിലൂടെ, ഉത്തമരായ തറവാട്ടുകാരിലൂടെ, ഏറ്റവും മഹത്തമായ വ്യക്തികളിലൂടെ ആ നൂറിനെ ഇങ്ങനെ അല്ലാഹു തആല കൈമാറ്റം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ജീവിച്ച ഏറ്റവും
നന്മയുള്ളവനും ആ നാട്ടുകാരെല്ലാവരും അംഗീകരിക്കുന്ന ഏറ്റവും മാഹ സ്വഭാവത്തിന്റെ ഉടമ ആരാണോ ആ ഉടമയിലൂടെ മാത്രമേ അള്ളാഹു ആ നൂറിനെ കൈമാറ്റം ചെയ്തിട്ടുള്ളൂ. അവസാനം അത് അബ്ദുൽ മുത്തലിബിലെത്തി. അബ്ദുൽ മുത്തലിബിൽ നിന്ന് മകനായ അബ്ദുള്ളയിലെത്തി. ആ ഉപ്പയായ അബ്ദുള്ളയിൽ നിന്ന് പിന്നെ അത് ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് ആ നൂറ് നീങ്ങുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു തആല അങ്ങനെ ഒരുക്കി കൊണ്ടുവന്നതാണ്. അതൊക്കെ ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾക്ക് അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആരാണ് ഈ നൂറ്, ആരിലാണ് ഈ നൂറുള്ളത് എന്ന് അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. നബി തങ്ങളുടെ ഉപ്പയുടെ ജീവിത ചരിത്രത്തിന്റെ ഒരു ഭാഗത്തിൽ കാണാം, ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് വിവാഹത്തിന്റെ പ്രായമായ സമയത്ത് മക്കയിൽ നിന്നൊരു പെണ്ണ് കല്യാണാലോചന ഇങ്ങോട്ട് വന്നാലോചിച്ചു. മക്കയിലൊക്കെ അന്ന് കുറെ വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കല്യാണം നടന്നില്ല. പിന്നെ ആമിന ബീവിയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ആമിന ബീവിക്കുള്ള കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ആമിന ബീവി ഗർഭിണിയായി. അഥവാ ഉപ്പയായ അബ്ദുള്ളയുടെ മുതുകിൽ നിന്ന് ആ പ്രകാശം ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നീങ്ങിയതിന്റെ ശേഷം പിന്നെ ഒരിക്കൽ യാദൃശികമായ കഅബയുടെ സമീപത്ത് നിന്ന് മുമ്പ് കല്യാണം ആലോചിച്ച ഈ പെണ്ണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോ നബി തങ്ങളുടെ ഉപ്പയെ കണ്ടപ്പോ ആ പെണ്ണ് കണ്ട ഭാവം പോലും നടിച്ചില്ല. അപ്പൊ ആ പെണ്ണിന്റെ കൂടെയുള്ള മറ്റൊരു പെണ്ണ് ചോദിച്ചു, അല്ല ഈ കഅബ തവാഫ് ചെയ്യുന്നതിനിടയിൽ അബ്ദുള്ളയെ കണ്ടിട്ട് എന്തേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യരുത്? അബ്ദുള്ളയോട് എനിക്ക് മുമ്പ് ഭയങ്കര താല്പര്യമായിരുന്നല്ലോ, അബ്ദുള്ളയെ കല്യാണം കഴിക്കണമെന്നൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലേ, എന്നിട്ട് ബന്ധേ അബ്ദുള്ളയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് കണ്ടപ്പോ എനിക്കൊന്ന് മുഖത്തേക്ക് നോക്കി കൂടെനോ എന്ന് ചോദിച്ചു, ഒന്ന് സംസാരിച്ചു കൂടെനോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞത്, ഞാൻ അബ്ദുള്ളയെ മോഹിച്ച കാലത്ത് അബ്ദുള്ളയുടെ മുഖത്ത് ഞാൻ ഒരു അത്ഭുതമായ ഒരു പ്രകാശം കണ്ടിരുന്നു. ഇപ്പൊ ആ പ്രകാശം അബ്ദുള്ളയുടെ മുഖത്ത് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ അബ്ദുള്ളയെ നോക്കുന്നത്. അതായത് ആ മുത്തനബി തങ്ങളുടെ നൂറുണ്ടായിരുന്നു, ആ നൂറ് ഉമ്മയായ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല ഏറ്റവും നല്ല വ്യക്തികളിലൂടെ ആ നൂറിനെ ഇങ്ങനെ കൊണ്ടുവന്ന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു നാടും തറവാടും സമയവും തെരഞ്ഞെടുത്തിട്ടാണ് അല്ലാഹു തആല ഹബീബിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന സമയമാണ് റബീഉൽ അവ്വൽ 12 അന്ന് സുബഹിയോടടുത്ത സമയം എന്ന് പറയുന്നത്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, വരുന്ന തിങ്കളാഴ്ചയാണ്. എന്ത് സന്തോഷം നോക്കാണ്, മുത്തനബി തങ്ങൾ പൂജാതനായി തന്നാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അൽഹംദുലില്ലാഹ്. ആ സമയത്തൊക്കെ ശരിക്കും സ്വീകരിക്കാനും അത് മുത്തനബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ സമയങ്ങളൊക്കെ നന്മയിൽ ചെലവഴിക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മക്കയിൽ ഭൂജാതനായി. പിന്നെ നബി തങ്ങൾ മക്കയിൽ വളരെയാണ്. എല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണമാണ്. ഓരോ സെക്കൻഡിലും ജനന സമയത്ത് മുതൽ പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടായിരുന്നു. അതിനിടയിൽ കുട്ടി ഗർഭത്തിലാകുമ്പോഴേ ബാപ്പ മരിച്ചിട്ടുണ്ട്, 6 വയസ്സോടടുത്തപ്പോ ഉമ്മ മരിച്ചിട്ടുണ്ട്, പിന്നെ വല്യപ്പ മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ കുട്ടിക്ക് യാതൊരു കുറവും അള്ളാഹു തആല വരുത്തിയിട്ടില്ല. എല്ലാ സംരക്ഷണങ്ങളും അള്ളാഹു തആല നൽകുന്നു. വിവാഹ പ്രായമെത്തിയപ്പോ മക്കയിലെ എല്ലാവരും കൊതിക്കുന്ന ഖദീജ ബീവിയെ ഭാര്യയായിട്ട് കൊടുത്തു, മക്കളെ കൊടുത്തു. അങ്ങനെ മാത്രമല്ല, മക്കക്കാരുടെ മുഴുവനും വിശ്വസ്തനായി മാറി. അൽ-അമീൻ എന്ന പേരിൽ ഈ കുട്ടി അറിയപ്പെട്ടു. എല്ലാവരും അംഗീകരിക്കുന്ന ഏക മക്കക്കാരൻ അതായിരുന്നു അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി 40 വയസ്സ് വരെ. അതുകൊണ്ടാണ് മക്കയിൽ ഹജറുൽ അസ്വദ് മക്കയില് ഹജറുൽ അസ്വദ് പിന്നെ പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് നബി തങ്ങൾക്ക് 35-ാമത്തെ വയസ്സാണ്. അതായത് കഅബയുടെ ഒരു ഭാഗത്ത് തീ പിടിച്ചു. അപ്പൊ മക്ക ഖുറൈശികൾ കഅബ ഒന്ന് പുതുക്കി പണിതു. അപ്പൊ കഅബ പുതുക്കി പണിത സമയത്ത് ആ കഅബയിൽ നിന്ന് എടുത്തു വെച്ച ഹജറുൽ അസ്വദിനെ അതേ സ്ഥാനത്ത് സ്ഥാപിക്കണം. ആര് സ്ഥാപിക്കും? പല തറവാട്ടുകാരും തമ്മിൽ തർക്കത്തിലായി. അപ്പൊ ഒരാൾ മധ്യസ്ഥൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഇവിടെ കാത്തിരിക്കുക. ഇനി ആരാണോ ആദ്യമായിട്ട് കഅബയുടെ ഭാഗത്തേക്ക് വരുന്നത് അയാളെ കൊണ്ട് നമുക്ക് ആ കർമ്മം നിർവഹിക്കാന്ന് പറഞ്ഞു. എല്ലാവർക്കും സമ്മതമായി. ആരാ കയറി വരുന്നത്? അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി. അന്ന് പ്രവാചകനായിട്ടില്ല, 35-ാമത്തെ വയസ്സാണ്. മുഹമ്മദ് വന്നു, എല്ലാവർക്കും സന്തോഷമായി. നബി തങ്ങളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പരിഗണിച്ച് ഹജറുൽ അസ്വദ് ഒരു തുണിയിലേക്ക് വെച്ച് ആ തുണിയുടെ 4 ഭാഗത്തും ഓരോ നേതാക്കന്മാരോടും പിടിക്കാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും അത് ഉയർത്തി പിടിച്ചു കൊടുത്തു. നബി തങ്ങൾ അതെടുത്തിട്ട് വെക്കേണ്ട സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. എല്ലാവരുടെ ഇടയിലും അൽ-അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഇത്രത്തോളം സത്യവും നീതിയും കൊണ്ടാടിയ ഒരാളെ അന്ന് വരെ ലോകവും മക്കയും കണ്ടിട്ടില്ലായിരുന്നു. 40 വയസ്സ് വരെ അങ്ങനെ.
പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയ സെക്കൻഡ് മുതലാണ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞത്. നോക്കൂ നിങ്ങൾ, ആ നുബുവത്ത് ലഭിക്കുന്ന സമയത്ത് നബി തങ്ങൾക്ക് അന്ന് ലോകത്തുള്ള അംഗീകാരത്തിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് മുത്തുനബി നബി തങ്ങളുടെ 38ാമത്തെ വയസ്സ്. നബി തങ്ങളുടെ പേരിൽ ഒരു അടിമ ഉണ്ടായിരുന്നു. എന്താ അടിമയുടെ പേരെന്നറിയോ? സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. എല്ലാവരും ഉറക്കച്ചൊല്ലി സയ്യിദുനാ സയ്യിദ് ബിൻ ഹാരിസ. ഈ സ്വഹാബിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഖുർആനിൽ ലക്ഷക്കണക്കായ സ്വഹാബികളിൽ നിന്ന് ഈ ഒറ്റ സ്വഹാബിയുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. മുത്തനബി തങ്ങളുടെ അടിമയായ സയ്യിദ് ബിൻ ഹാരിസ തങ്ങളായ സയ്യിദ് റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമേ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹുവിന് വേണ്ടി ഖുർആൻ പല സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർസൂറിൽ കടന്നതിനെ കുറിച്ച് സാനിയത്തിനെയും രണ്ടിൽ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പേര് പറഞ്ഞ സ്വഹാബി ആര് മാത്രമാണ്? സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഒരിക്കൽ തന്റെ അടിമക്കുട്ടിയായ സെയ്ദിന്റെ കൈ പിടിച്ചിട്ട് മുത്തുനബി തങ്ങൾ കഅബന്റെ അടുത്ത് പോകുന്നു. അപ്പൊ മക്ക അത് നുബുവത്ത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നുബുവത്തിന്റെ മുമ്പ് ഈ 40 വയസ്സ് വരെ മക്കക്കാരിൽ അത്രയും ശ്രേഷ്ഠനായ ഒരാളില്ല. വേറൊരാളെ മക്കക്കാർക്ക് അത് ഉൾക്കൊള്ളാനും പറ്റില്ല. കാരണം എല്ലാം അവർക്ക് മുഹമ്മദായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ ആ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ കഅബന്റെ അടുക്കൽ വന്നപ്പോ അബൂജഹൽ അടക്കമുള്ള എല്ലാ കാരണന്മാരും കഅബന്റെ അടുക്കൽ നബി തങ്ങൾ ഒരു പ്രഭാഷണം നടത്തി. യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, ഇതാ എന്റെ കൈ പിടിച്ചു വന്ന എന്റെ സെയ്ദില്ലേ, ഹാദാ ഇബ്നി, ഇന്ന് മുതൽ സെയ്ദിന്റെ മകനാണ് ഞാൻ. സെയ്ദിനെ എന്റെ വളർത്തു മകനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. യരിസുനി വയരിസുഹു, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്നെ സെയ്ദ് അനന്തരമെടുക്കുകയും സെയ്ദാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ സെയ്ദിനെ അനന്തരമെടുക്കുകയും ചെയ്യും. ഞാനിതാ സെയ്ദ് എന്റെ അടിമയല്ല, സെയ്ദിനെ എന്റെ വളർത്തു മകനായിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്ന് കഅബയുടെ മുറ്റത്ത് വന്ന് പ്രസംഗിച്ചു. അന്നത്തെ വയസ്സെന്നറിയോ? 38 വയസ്സ്. എന്തേ സെയ്ദിനെ തന്റെ മകനും പോറ്റുപുത്രനുമായിട്ട് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ അന്ന് ആ നാട്ടിലുണ്ടായ സ്വാധീനം എത്രയായിരുന്നു മനസ്സിലാക്കാൻ അടുത്ത സംഭവം മതിയാവും. ഈ സെയ്ദ് താമസിച്ചിരുന്നത് റിയാദിലായിരുന്നു. ഏകദേശം മക്കയിൽ നിന്ന് 900-1000 കിലോമീറ്റർ അകലെയാണ് റിയാദുള്ളത്. അതിന്റെ കുറച്ച് അപ്പുറത്താണ് ഈ സെയ്ദ് താമസിക്കുന്നത്. നല്ല സമ്പന്ന കുടുംബത്തിലൊരു കുട്ടിയാണ്. സെയ്ദ് അടിമയൊന്നുമായിരുന്നില്ല. അങ്ങനെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് വലിയ ഒരു തറവാട്ടിൽ തന്റെ മാതാപിതാക്കളോടൊപ്പം ഒരു രാജകുമാരനെ പോലെ സെയ്ദ് വസിക്കുകയായിരുന്നു 7 വയസ്സ് വരെ. 7ാമത്തെ വയസ്സിൽ ഈ സെയ്ദ് എന്ന കുട്ടി തന്റെ ഉമ്മയോടുകൂടെ ഒരു ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്ന്. ആ യാത്രയിൽ സെയ്ദിനെയും ഉമ്മയെയും കൊള്ളക്കാർ കൊള്ളയടിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയെ അവർ മോചിപ്പിച്ചു. ഉമ്മ രക്ഷപ്പെട്ട നാട്ടിലേക്ക് പോയി. പക്ഷെ ആ കുട്ടിയെ അവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ സെയ്ദ് എന്ന 7 വയസ്സുള്ള കുട്ടി അവർ എന്ത് ചെയ്തു എന്നറിയങ്ങൾ? മക്കയിലെ ഉക്കാല ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റു. അപ്പൊ ഫലത്തിൽ ഒരു രാജകുമാരനെ പോലെ തന്റെ വീട്ടിൽ വസിച്ച വലിയ സമ്പന്നനും കുലീന തറവാട്ടുകാരനുമായിരുന്നു സെയ്ദ് എന്ന കുട്ടി മക്കയിലെ ഉക്കാൽ ചന്തയിലെ അടിമയായി മാറി. ആ കുട്ടിയുടെ 7ാമത്തെ വയസ്സ്. ആരാണ് ആ കുട്ടിയെ വാങ്ങിയതെന്ന് അറിയുമോ? മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ നേരെ ആങ്ങളയാണ് അന്ന് ഈ കുട്ടിയെ ചന്തയിൽ നിന്ന് വാങ്ങിയത്. അപ്പൊ ഖദീജ ബീവിന്റെ ആങ്ങളയുടെ അടിമയായിട്ടാണ് സെയ്ദ് മക്കയിലേക്ക് എത്തുന്നത്. സെയ്ദിനെ കാണാതെ ആയപ്പോ ആ സെയ്ദിന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു? വലിയ സമ്പന്നരായ കുടുംബം, പിന്നെ അങ്ങനെ വളർന്ന സെയ്ദല്ലേ. ആ കുടുംബത്തിനത് സഹിക്കാൻ കഴിയുന്നതിന്റെയും അപ്പുറത്തായിരുന്നു. ആ വീട്ടുകാരാകെ തളർന്നു പോവുകയാണ്. എവിടെയൊക്കെ ഈ കുട്ടിയെ അന്വേഷിക്കാൻ പറ്റുമോ അവിടെ മുഴുവനും ഈ കുട്ടിയെ അന്വേഷിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ പോയിട്ട് പരസ്യം കൊടുക്കുകയാണ്. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. സെയ്ദ് എന്ന നഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടെത്തുന്ന ആളുകൾക്ക് വലിയ സമ്മാനം അവരുടെ നാട്ടിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ്. പല ആളുകളും ആ സമ്മാനം മോഹിച്ച് കുട്ടിയെ തെരഞ്ഞു പോവുകയാണ്. എന്നിട്ടും സെയ്ദിനെ കണ്ടെത്താൻ കഴിയുന്നില്ല.
കുട്ടിനെങ്ങനെ തെരഞ്ഞ് കുട്ടിന്റെ ബാപ്പാന്റെ മാനസിക നില തെറ്റി സെയ്ദിന്റെ ഉപ്പയായ ഹാരിസക്ക് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ അറിയാതിലൂടെ ഹാരിസയാകുന്ന ഉപ്പ പാട്ടുപാടി നടക്കാറുണ്ടത്രേ. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫുഇൽ അഹയ്യുൻ ഫയുർജാ അമ്മദുൽ ഖയൽ. എന്റെ സെയ്ദിനെന്തോ പറ്റിയത്? എന്റെ സെയ്ദ് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? അതല്ല വല്ല ദുരന്തവും എന്റെ സെയ്ദ് മരണപ്പെട്ടു പോയിട്ടുണ്ടോ? എന്റെ കുട്ടിയെ കൊള്ളയടിച്ചവർ ആ കുട്ടിയെ കൊന്നുകളഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പാട്ടുപാടി സെയ്ദിന്റെ ഉപ്പ നാട്ടിലൂടെ നടക്കുകയാണ്. ഈ സെയ്ദ് എന്ന കുട്ടിയെ 7ാമത്തെ വയസ്സിൽ മക്കയിൽ കൊണ്ടുവന്ന് വിറ്റ് ഖദീജ ബീവിയുടെ സഹോദരൻ വാങ്ങിയ സമയപ്പോഴാണെന്നറിയാം. ഖദീജ ബീവിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ്. അപ്പൊ കുട്ടിക്ക് 7 വയസ്സും നബി തങ്ങൾക്ക് 25 വയസ്സും പ്രായമുള്ള സമയമാണ്. അപ്പൊ ഖദീജ ബീവിയുടെ കല്യാണം നടന്നപ്പോ എന്തായിരുന്നു? കല്യാണത്തിന്റെ അന്ന് ആങ്ങളെ ഖദീജ ബീവിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഗിഫ്റ്റ്? താൻ വാങ്ങിക്കൊണ്ടുവന്ന പുതിയ അടിമയെ ഖദീജ ബീവിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ പിന്നെ ഖദീജ ബീവി കല്യാണം കഴിഞ്ഞ റസൂലുള്ളാഹിന്റെ പെരേക്ക് പോരുമ്പോ ഒപ്പം ആരും പോരും, അടിമക്കുട്ടി പോരും. കാരണം ഖദീജ ബീവിന്റെ അടിമയല്ലേ. അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്ന അന്നത്തെ രാത്രിയിൽ തന്നെ ഖദീജ ബീവി തന്റെ ഭർത്താവിനൊരു സമ്മാനം കൊടുത്തു. എന്താ കൊടുത്തത്? ഈ സെയ്ദ് എന്ന തനിക്ക് ഇന്ന് രാവിലെ ആങ്ങളെ സമ്മാനിച്ച ഈ അടിമയായ 7 വയസ്സുകാരനായ സെയ്ദിനെ ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ അന്നത്തെ ദിവസം തന്നെ സെയ്ദ് ആരുടെ അടിമയായി മാറിയിട്ടുണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയായി. അന്ന് വയസ്സ് 7ആണ്. ഈ നബി തങ്ങളുടെ 25 വയസ്സാണ്. പിന്നെ നബി തങ്ങളൊക്കെ 38 വയസ്സായപ്പോഴാണ് സെയ്ദിനെ തന്റെ മകനായി പ്രഖ്യാപിക്കുന്നത്. അപ്പോഴേക്കും 13 കൊല്ലം പിന്നെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 വയസ്സുകാരനായിരുന്ന സെയ്ദ് ഇന്ന് 20 വയസ്സ് പ്രായമായിട്ടുണ്ട്. ഈ 13 കൊല്ലം താമസിച്ചത് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. പക്ഷേ സെയ്ദ് എന്ന കുട്ടി നല്ല തന്റെ ഇടമുള്ള കുട്ടിയായിരുന്നു. തന്റെ യജമാനന്റെ ഉള്ളും പുറവും ഈ കുട്ടി പരമാവധി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ മുഴുവനും യജമാനനോട് കുട്ടി കൂടുതലായിട്ട് അടുത്തു വരികയാണ്. യജമാനന്റെ വാക്കുകൾ, യജമാനന്റെ പ്രവൃത്തികൾ, യജമാനന്റെ ഇടപെടലുകൾ എല്ലാം ഈ കുട്ടി വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യജമാനനോട് ഈ കുട്ടിക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നുകയാണ്. പിന്നെ യജമാനന്റെ വളരെ ഏറ്റവും മിതപ്പെട്ട സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം ചെയ്തതിനെ വല്ലാതെ കീഴടക്കുകയാണ്. 13 കൊല്ലം അവിടെ താമസിച്ച് സെയ്ദിന് 20 വയസ്സായപ്പോ അള്ളാഹുവിന്റെ റസൂലിന് 38 വയസ്സായപ്പോ റിയാദിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിൽ വന്നു. അത് ആരാന്നറിയോ? ഈ സെയ്ദിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ. അവർ ഹജ്ജിന് വന്ന ഹറമിലൂടെ നടക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരു 20 വയസ്സുകാരനെ അവർ കണ്ടു. അവർ കണ്ടിങ്ങനെ ഈ മുഖം നല്ല പരിചയമുള്ള മുഖമാണല്ലോ എന്നിങ്ങനെ ഇവർ അന്വേഷിച്ചു. ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ആരോ പറഞ്ഞു, അല്ല ഈ ചെറുപ്പക്കാരുടെ മുഖം കണ്ടിട്ട് നമ്മളെ ഹാരിസ് ഇവിടെ സെയ്ദിനെ പോലെ തോന്നുന്നില്ലേ? 13 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട് നമ്മളെ സെയ്ദാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഹാരിസയുടെ അടുത്ത കുടുംബക്കാർ, ഈ കുട്ടിയുടെ അടുത്ത കുടുംബക്കാരാണ്. അവരെ ഈ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു, ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വിവരങ്ങൾ ചോദിക്കുകയാണ്. കാര്യങ്ങൾ മുഴുവനും ഈ കുട്ടിയുടെ ഓർമ്മയിലുണ്ട്. ഈ കുട്ടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ ഈ നാട്ടുകാരനല്ല, എന്റെ ഉപ്പ നിങ്ങളുടെ നാട്ടുകാരനായ സെയ്ദ് ഹാരിസ തന്നെയാണ്, ഞാൻ ഹാരിസയുടെ മകൻ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ മക്കയിൽ താമസിക്കുന്നത് മക്കയുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പേരമകനായ മുഹമ്മദിന്റെ കൂടെയാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഈ കുട്ടി വർത്തമാനത്തിനിടയിൽ തന്റെ യജമാനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ യജമാനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ കുട്ടിയെ ആളുകളവിടുന്ന് കൊള്ളടിച്ചു കൊണ്ടുവന്നാണല്ലോ. തന്റെ ബാക്കിയുള്ളവരെ കാണുമ്പോ ഏതൊരടിമയും രക്ഷപ്പെടാനുള്ള വഴിയാണ് ശ്രദ്ധിക്കുക. അതിനുള്ള എല്ലാ വഴിയും ആ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അവരുടെ കൂടെ പോകേണ്ട ഒരു വർത്തമാനം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഓല് കൂടെ പോരാൻ വിളിച്ചിട്ട് കുട്ടി പറഞ്ഞേ ഞാൻ എന്റെ യജമാനോട് പറയാതെ പോരില്ല എന്ന് പറഞ്ഞിട്ട് അവർ മടക്കി വിടാ.
അപ്പൊ പിന്നെ ഈ വന്ന ആളുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. കാരണം രക്ഷപ്പെടാൻ എല്ലാ അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സെയ്ദ് അതിന് തുനിഞ്ഞില്ല? അവരുടെ മനസ്സിൽ ഭയങ്കര സംശയമായി. അങ്ങനെ അവർ ഹജ്ജ് കഴിഞ്ഞ് റിയാദിലെത്തി കുട്ടിയുടെ ഉപ്പയായ ഹാരിസയോട് വിവരം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ ബാപ്പാക്കുണ്ടായ സന്തോഷത്തിലെ നിരങ്ങൾ വേഗം കുട്ടിയുടെ ബാപ്പയായ ഹാരിസ തന്റെ ജ്യേഷ്ഠ സഹോദരനെയും കൂട്ടി ഒരുപാട് സമ്പത്ത്, ചരിത്രത്തിലൊക്കെ കാണുന്നത് സഞ്ചിയിൽ കെട്ടിയിരുന്നു ദിർഹമുകൾ. അതായത് കുട്ടിക്ക് എത്ര വില പറഞ്ഞാലും ആ വില കൊടുത്തിട്ട് കുട്ടിനെ തിരിച്ചു വാങ്ങണമെന്ന് കരുതിയിട്ട് ചാക്കുകളിൽ കെട്ടി ദിർഹമും ഒട്ടകപ്പുറത്ത് വെച്ചിട്ടാണ് ഹാരിസയുടെ ജ്യേഷ്ഠനും മക്കയിലേക്ക് വരുന്നത്. അവർ മക്കയിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്താണെന്ന് അറിയുമോ? സെയ്ദ് ആരുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. സെയ്ദിന്റെ യജമാനെ കുറിച്ച് അവർ പുറത്തു നിന്ന് ശരിക്കും പഠിക്കുകയാണ്. പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ മക്കയിലെ ഏറ്റവും നല്ല കുലീന തറവാട്ടുകാരനായ, ഏറ്റവും നല്ല സ്വഭാവക്കാരനായ അല്ലമീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയ ഒരു മനുഷ്യന്റെ വീട്ടിലാണ് തങ്ങളുടെ മകൻ താമസിക്കുന്നതെന്നും അതാണ് തങ്ങളുടെ മകന്റെ യജമാനെന്നും അവർ കണ്ടെത്തുകയാണ്. അവര് നേരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിക്ക് വന്നിട്ട് പറഞ്ഞു, സെയ്ദിനെ തെരഞ്ഞാ വന്നൊന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞു അറിയോ? ഞങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങളെ കുറിച്ച് കുറെ കേട്ടറിഞ്ഞു, അന്വേഷിച്ചറിഞ്ഞു. ഈ നാട്ടിലെ ഏറ്റവും നല്ല വ്യക്തിയാണ് നിങ്ങൾ എന്നാ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയ വിവരം. ഞങ്ങൾ ഇവിടെ വരാനൊരു കാരണമുണ്ട്. 13 വർഷം മുമ്പ് എന്റെ മകനെ കൊള്ളയടിക്കപ്പെട്ടു. ആ മകനെ മക്കയിലെ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്. ആ മകൻ ഇപ്പോൾ മക്കയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ആ മകനെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കണം. അതിന് നിങ്ങൾ എത്രയാണോ കാശ് പറയുന്നത് ആ കാശ് തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ബാപ്പയും ജ്യേഷ്ഠ സഹോദരനും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ആരങ്ങളെ രണ്ടാളെ കളിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ അടിമയായിട്ട് താമസിക്കുന്ന സെയ്ദ് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞ മറുപടി ഒരൊറ്റ മറുപടിയാണ്, ഞാൻ സെയ്ദിനെ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ അവൻ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾ സെയ്ദിന്റെ ബാപ്പ തന്നെയാണെന്ന് നിങ്ങളുടെ മകന് സമ്മതിച്ചാൽ നിങ്ങളൊരു കാശും തരണ്ട, ഞാൻ നിങ്ങളുടെ മകനായ സെയ്ദിനെ നിങ്ങൾക്ക് വെറുതെ തരുന്നതാണ്. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, അവൻ നിങ്ങളുടെ കൂടെ പോരാൻ അവൻ സന്നദ്ധനാകണം എന്നാ ഞാൻ വെറുതെ നിങ്ങൾക്ക് തരും. അതല്ല, അവൻ നിങ്ങളുടെ കൂടെ പോരാൻ അവൻ സന്നദ്ധ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും നിർബന്ധിപ്പിച്ച് അവന് നിങ്ങളുടെ കൂടെ പറഞ്ഞേക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഹാരിസ പറഞ്ഞു, ഓ മുഹമ്മദ്, ലഖദ് അൻസഫ്ത, നിങ്ങളിപ്പോൾ പറഞ്ഞതും ചെയ്തതും വല്ലാത്ത നീതിയാണ്. നിങ്ങളെ തീരുമാനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു. സെയ്ദിനെ വിളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സെയ്ദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മനോഹമായ സെയ്ദ്, അല്ല സെയ്ദ് താരായി രണ്ടാൾക്കാർ എന്ന് ചോദിച്ചു. 13 കൊല്ലത്തിന്റെ ശേഷമാണ് ബാപ്പയെ കാണുന്നത്. ആ കുട്ടി കണ്ണീരൊലിപ്പിച്ച് പറഞ്ഞു, ഹാദാ അബീ ഹാരിസ, ഇതെന്റെ ഉപ്പയായ ഹാരിസയാണ്. വഹാദാ അമ്മീ, ഇതെന്റെ എളാപ്പയുമാണ്. കുട്ടി തിരിച്ചറിഞ്ഞല്ലോ നബി തങ്ങൾ ഒന്നാമത്തെ നിബന്ധന അതാണ്, കുട്ടികളെ അംഗീകരിക്കണം. ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സെയ്ദേ ലഖദ് ഖയ്യർതുക, ഞാനിതാ നിനക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ അനുമതി തരുകയാണ്. ഇൻ ശീത മളൈത മഅഹുമാ വ ഇൻ ശീത ഖംത മഈ, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉപ്പയുടെ കൂടെ സ്വന്തം നാട്ടിലേക്ക് പോകാം, അതല്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ കൂടെ ഇവിടെ താമസിക്കുകയും ചെയ്യാം. ബാപ്പാന്റെ പ്രതീക്ഷ എന്താ? ഇത് പറയുന്നതോടുകൂടി കുട്ടി ചാടി എണീറ്റ് പോരാൻ വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്ന അല്ലാഹുവിന്റെ റസൂൽ സെയ്ദിനെ തന്നെ വിളിച്ചു പറഞ്ഞപ്പോ സെയ്ദിന്റെ ബാപ്പയും എളാപ്പയും വല്ലാത്ത സന്തോഷത്തിലായി. അവർ കുട്ടിയെ വാരി പുണർന്ന് അവർ കുട്ടിയെ കൊണ്ട് പോകാൻ വേണ്ടി കണ്ടിരുന്നാണ്. അപ്പോൾ ഈ സെയ്ദ് എന്ന കുട്ടി പറഞ്ഞു, എന്റെ യജമാനനെ ഞാൻ എന്റെ ഉപ്പയോടുകൂടെ എന്റെ നാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ എന്റെ യജമാനായ നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കുകയാണ്.
അവിടെ സ്വന്തം ബാപ്പാനടുത്ത് പോയൊരു രാജകുമാരനെ പോലെ വസിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. ബാപ്പ വന്നേക്കാണ്, അള്ളാഹുവിന്റെ റസൂൽ പോകാൻ അനുമതി കൊടുത്തതാണ്. പക്ഷെ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ താമസിക്കാണ് എന്ന് പറഞ്ഞു. ഹാരിസക്ക് ദേഷ്യം പിടിച്ചു. ഉപ്പയായ ഹാരിസ പറഞ്ഞു, ഇതൊന്നൊരു തീരുമാനമാണ്. എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒരു സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാൾ ഈ വീട്ടിൽ ഒരു അടിമയായിട്ട് താമസിക്കുന്നതിനെയാണോ നീ ഇഷ്ടപ്പെടുന്നത്? നിനക്ക് നിന്റെ ഉമ്മയായ ഞങ്ങളോട് ഇങ്ങോട്ട് ഇഷ്ടമില്ലേ ചെയ്തേ? അടിമയായിട്ട് നിൽക്കാനാണോ ഒരുങ്ങണത്? എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ പെരീക്ക് വന്നാല് നമ്മളെ കുടുംബത്തിലും തറവാട്ടിലും രാജകുമാരനെ പോലെ എനിക്ക് താമസിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, നിങ്ങളോട് ഉറപ്പുണ്ടായതുകൊണ്ടല്ല, ഞാൻ പിന്നെ ഇവിടെ തന്നെ താമസിക്കാന്ന് പറയാനുള്ള കാരണം എന്താ? എന്റെ യജമാനായ വ്യക്തിയിൽ ചില പ്രത്യേകതകൾ ഞാൻ കാണുന്നുണ്ട്. എന്താണത് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ യജമാനനെ വേർപിരിയാൻ ഞാൻ ഒരുക്കമല്ല. അന്ന് നുബുവത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രവാചകനാകുന്നത്. അതിന്റെ മുമ്പ് 20 വയസ്സുള്ള സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പ എന്റെ യജമാനനിൽ എന്തോ ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ യജമാനനെ വിട്ട് താമസം മാറിപ്പോരാൻ ഞാനില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. എന്നിട്ട് സെയ്ദിനോട് പറഞ്ഞു, സെയ്ദേ, നിന്റെ ഉപ്പയാണ് നിന്നെ വിളിക്കുന്നത്. നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്റെ ഉപ്പയോട് കൂടെ പോകാം. ഒരിക്കലും നീ നിന്റെ ഉപ്പയെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഈ സെയ്ദ് മുത്തുനബി തങ്ങളുടെ കൈ അങ്ങ് മുറുക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ യജമാനനേ, ഞാൻ ഒരിക്കലും നിങ്ങളെ പിരിയുകയില്ല. എന്റെ ഉപ്പയുടെ കൂടെ എന്നെ നിങ്ങളെ പറഞ്ഞേക്കരുത്. ഇത് കണ്ടപ്പോ കുട്ടിയുടെ വാപ്പയായ ഹാരിസക്ക് മനസ്സിലായി, ഇത് ഞാൻ പിരിച്ചാൽ പിരിയുന്ന ഒരു ബന്ധമല്ല. എന്റെ മകന് അവന്റെ യജമാനനുമായി എന്തോ ഒരു പ്രത്യേകമായ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി ഉടനെ വാപ്പ പറഞ്ഞു, ചെയ്തേ, അങ്ങനെയാണെങ്കിൽ നിന്റെ യജമാനെ വിട്ടിട്ട് പോരണ്ട. ഞാൻ കാബയിലേക്ക് ഒന്ന് പോകാണ്, കാബ ഒന്ന് തവാഫ് ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് പോകും. എന്നിട്ട് ഉമ്മയെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് കാബ തവാഫ് ചെയ്യാനും ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി കണ്ടും സെയ്ദിന്റെ ഉപ്പയായ ഹാരിസ കാബ തവാഫ് ചെയ്യാൻ വേണ്ടി കാബയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ കുട്ടിയുടെ കൈ പിടിച്ച് നബി തങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഖുറൈശികൾ മുഴുവനും കാബയുടെ പരിസരത്തിലുണ്ടായിരുന്നു. ആ ഖുറൈശികളെ നോക്കി നബി തങ്ങൾ പറഞ്ഞു, യാ മാഅശറ ഖുറൈശ് ഇന്ന ഹാദാ ഇബ്നീ. ഓ മക്ക ഖുറൈശികളെ, നിങ്ങൾ സാക്ഷിയാവുക. എന്റെ കൈ പിടിച്ചു വന്ന എന്റെ സെയ്ദുണ്ടല്ലോ, ഇന്നു മുതൽ അവൻ എന്റെ വീട്ടിലെ അടിമയല്ല. സെയ്ദിന്റെ മകനാണ്. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിലും സെയ്ദ് എന്നെ അനന്തരമെടുക്കുന്നതാണ്. അതല്ല, സെയ്ദാണോ ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ അവൻ അനന്തരമെടുക്കുന്നതാണ്. അഥവാ ഒരു ബാപ്പ മകൻ ബന്ധത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാ. ജനസ്വാധീനവും അംഗീകാരവുമുള്ള മറ്റൊരാളുടെ പേര് പറയാൻ നമുക്ക് സാധ്യമല്ല. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവരും അംഗീകരിച്ചിരുന്നപ്പോ സ്വന്തം വീട്ടിൽ താമസിച്ച ഒരു അടിമയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അന്നൊക്കെ അടിമകൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു അറിയുന്നത്? ആ അടിമ പോലും അല്ലാഹുവിന്റെ റസൂലിനെ വേർപിരിയാൻ തന്റെ ഉപ്പാന്റെ കൂടെ പോകാൻ ഒരുക്കമല്ലെങ്കിൽ അപ്പൊ ആ മക്കൾക്ക് അവരുടെ മനസ്സിൽ അവിടത്തേക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു കൊല്ലം മറിഞ്ഞ് 39 40 പ്രവേശിക്കുന്നതോടുകൂടി ആ അവസ്ഥ മുഴുവൻ തകടം മറിഞ്ഞു. പിന്നെ നുബുവത്ത് കിട്ടിയ പ്രവാചകനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാട്ടുകാരുടെ മുമ്പിലേക്ക് പറയാൻ തുടങ്ങിയപ്പോ അതുവരെ അംഗീകരിച്ചിരുന്ന ആളുകൾ മുഴുവനും ശത്രുക്കളായി മാറി.
പിന്നെ മക്കയിൽ നടന്ന കഥകളും അവിടെ നടന്ന പീഡനങ്ങളും ക്രൂരതകളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആ മക്കയിൽ അത്ര വലിയ പീഡനങ്ങളും ക്രൂരതകളും ഒക്കെ നടക്കുമ്പോഴും ഈ മറുവശത്ത് മറ്റു ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്താണെന്നറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ അവരുടെ മുത്തുനബി തങ്ങളുടെ കൂടെ കൂടിയ ആ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവര് അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ ആദരവും ബഹുമാനവും സ്നേഹവും അവരുടെ മനസ്സിൽ മുത്തുനബി തങ്ങൾക്ക് അവർ നൽകിയ ആ പരിഗണനയും അത് ലോക ചരിത്രത്തിൽ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഒരു ഭാഗത്ത് ശത്രുക്കൾ കൊല്ലാൻ നടക്കുകയാണ്, എന്തൊക്കെ പ്രയാസങ്ങൾ നൽകാൻ പറ്റുമോ അത് മുഴുവനും ഏർപ്പെടുത്തിയ ഒരു ഭാഗത്ത് ശത്രുക്കൾ, മറുഭാഗത്താകട്ടെ അണികൾ വിരലിലുണ്ടാവുന്നവരാണെങ്കിലും അവർ ആ നബിതങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹവും ആദരവും ഉണ്ടല്ലോ, ലോക ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ആദരവും സ്നേഹവും വേറെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഹുദൈബിയ സന്ധിയിൽ മക്ക മുശ്രിക്കുകളുടെ പ്രതിനിധിയായി ചർച്ചക്ക് വന്ന ആള് ഉറുവ എന്ന് പറയുന്ന ഒരു കാഫിറായ മനുഷ്യനായിരുന്നു. അയാളാണ് മക്ക മുശ്രിക്കുകളുടെ പ്രതിനിധിയായിട്ട് ഹുദൈബിയ സന്ധിക്ക് വന്നത്. ആ ഹുദൈബിയ സന്ധി കഴിഞ്ഞു പോയി അയാൾ മക്കയിലെത്തിയിട്ട് അയാൾ മക്കക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞൊരു വർത്താനം കണ്ടിട്ടുണ്ട്. വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്, മക്കക്കാരെ പല രാജാക്കന്മാരുടെ അടുത്തേക്കും ഞാൻ പ്രതിനിധിയായി പോയിട്ടുണ്ട്. അലാ കിസ്റ കൈസർ വൻ നജാശി, കൈസർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ വിരുന്നുകാരനായിട്ട് ഗസ്റ്റായി പോയിട്ടുണ്ട്. കൈസറിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. നജാശി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലികാ, ഇതുവരെ പോയിട്ടൊരു രാജാവിനെയും ഞാൻ കണ്ടിട്ടില്ല. മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദും മുഹമ്മദാ, എത്ര രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയവനാണ്, എത്രയോ അവിടെ താമസിച്ചവനാണ്. ഇത്ര രാജാക്കന്മാരുടെയും കൊട്ടാരങ്ങളുടെയും സമീപത്ത് ഞാൻ പോയിട്ടുണ്ട്. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ ആദരിക്കുന്ന അത്രയും, മുഹമ്മദിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അത്രയും വേറെ ഒരു രാജാവിനെയും ആരും സ്നേഹിക്കുന്നതായിട്ടോ ബഹുമാനിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുന്ന സമയത്ത് ഉറുവ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പൊ എത്രക്കാരാ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിന് വിധങ്ങൾ കൊടുത്ത ബഹുമാനങ്ങൾ നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ റബീഉൽ അവ്വൽ വന്നാൽ ചില ആളുകൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കേവലം ഒരു മുഹമ്മദ് മാത്രമാണ്, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് മാത്രമാണ്, അവിടുത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കേണ്ടതില്ല, അവിടുത്തേക്ക് ഒരു പ്രത്യേകമായ പ്രത്യേകതകളും ബഹുമതികളൊന്നുമില്ല എന്ന് പറഞ്ഞ് നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്നേഹമുള്ള ഉപ്പമാരെ, ഖൽബിൽ നിന്ന് ഈമാൻ പ്രകാശം നഷ്ടപ്പെട്ടവരാ. അത്തരം ആളുകളുടെ ചതികളിൽ വഞ്ചനകളിൽ നമ്മൾ ഉൾപ്പെട്ടുകൂടാ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന ആ ഹബീബിനെ സ്നേഹിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. അവർ അത്ഭുതങ്ങൾക്ക് കൽപ്പിച്ച സ്ഥാനമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കൽ സാധ്യമല്ല. സ്വഹാബത്ത് നബി തങ്ങൾക്ക് കൊടുത്ത സ്ഥാനത്തിലെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമ്മള് മജ്‌ലിസിനൂർ ചെല്ലാൻ പോകാൻ. ഒന്ന്, ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന്റെ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് നബി തങ്ങളുമായിട്ടുള്ള ആ കരാറ് ഒന്നുകൂടി പുതുക്കാൻ വേണ്ടി അബൂ സുഫിയാൻ മക്കയിലേക്ക് വന്നു, മദീനയിലേക്ക് വന്നു. അബൂ സുഫിയാൻ അന്ന് മക്കക്കാരുടെ നേതാവാണ്. ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണക്കാരൻ അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാനുള്ള ഒരുക്കമെന്നാണ് ഈ ബദർ യുദ്ധം തുടങ്ങിയത്. പക്ഷേ ബദർ യുദ്ധത്തിൽ ആര് പങ്കെടുത്തിട്ടില്ല? അബൂ സുഫിയാൻ പങ്കെടുത്തിട്ടില്ല. പിന്നെ ബദർ കഴിഞ്ഞിട്ട് ഉഹദ് മുതൽ മക്കം ഫത്ഹ് വരെയുള്ള എല്ലാ യുദ്ധത്തിനും ശത്രുപക്ഷത്തെ നേതാവ് ആരായിരുന്നു? അബൂ സുഫിയാനാണ്. കാരണം അബൂജഹലൊക്കെ ബദർ തന്നെ പോയതുകൊണ്ട് പിന്നെ അബൂ സുഫിയാൻ നേതൃത്വത്തിലാണ് ഉഹദും അതുപോലെ തന്നെ ഖന്തഖ് അടക്കം ഒക്കെ നടന്നിട്ടുണ്ട്. ഈ ഉഹദിൽ ഈ അബൂ സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദ്, അവരാണ് ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി വഹ്ശിനൊരുക്കിയതൊക്കെ അബൂ സുഫിയാന്റെ പെണ്ണുങ്ങളായിരുന്നു. അപ്പൊ മക്കക്കാരുടെ അന്നത്തെ നേതാവ് എന്ന് പറയുന്നത് അബൂ സുഫിയാനാണ്. അപ്പൊ നബി തങ്ങൾ
ഹുദൈബിയയിൽ വന്ന് ഹുദൈബി മക്കയിലേക്ക് പോകുന്നതാണ്. മക്ക മുശ്രിക്കുകൾ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ് ആ ഹുദൈബിയയിൽ നബിതങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കി. നബിതങ്ങൾ ഉംറ മുഴുവനാക്കാതെ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയി. ഇനി അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ മദീനയിലേക്ക് വന്ന് എന്തിനെന്നറിയോ, മുഹമ്മദിനെ കണ്ടിട്ട് ഈ കരാർ ഒന്നുകൂടി നീട്ടണം, അത് പുതുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അബൂ സുഫിയാൻ അവിടെ വന്നപ്പോ മഹാനായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ ഇല്ല, മദീനയിലില്ല. അപ്പൊ അന്വേഷിച്ചപ്പോ സ്വഹാബത്ത് ആരോ പറഞ്ഞു പുറത്തു പോയതാണ്. എന്താവശ്യത്തിനാണ് മദീനയുടെ പുറത്തു പോയതെന്ന് അറിയില്ല, അതുകൊണ്ട് ചിലപ്പോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അബൂ സുഫിയാൻ തിരിഞ്ഞപ്പോ എന്നാ വരാന്ന് അറിയാത്തോണ്ടിപ്പോ ഇവിടെ മദീനയിൽ നിന്നിട്ട് കാര്യമില്ല, നാടായ മക്കയിലേക്ക് തന്നെ മടങ്ങാം, 500 കിലോമീറ്റർ ഓടണം, മക്കയിലേക്ക് തന്നെ മടങ്ങാന്ന് കരുതി കണ്ട് അവൻ മക്കയിലേക്ക് തന്നെ പോകാൻ ഒരുങ്ങാണ്. അപ്പൊ അബൂ സുഫിയാൻ എന്ത് കരുതി, ഏതാണെങ്കിലും മദീന വരെ വന്നതല്ലേ, മകളെ പേരിലൊന്ന് പോയിട്ട് പോകാന്ന് കരുതി. അബൂ സുഫിയാന്റെ മകൾ എവിടെ ഉണ്ട്? മദീനയിലുണ്ട്. ആരാണ് ആ മകളെ സ്ഥാനം എന്താണെന്നറിയോ? ആ മകള് മഹാനായ അഷ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ മഹദിയായ ബിബി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാന്റെ മകളും മുത്തനബി തങ്ങളുടെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. മദീനയിൽ താമസിക്കുന്നുണ്ട്. എത്ര കൊല്ലേക്കണ ബാപ്പാനെ ഈ മകള് കണ്ടിട്ടെന്നറിയോ? മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്നതാ അബൂ സുഫിയാന്റെ മകളായ ഉമ്മു ഹബീബ മദീനയിലേക്ക് ഇവിടെ വന്ന് മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് ഇപ്പൊ മദീനയിൽ താമസിക്കുകയാണ്. മകളായ ഉമ്മു ഹബീബാൻ എന്ന് കാണാൻ നേരിട്ട് മകളെ വീടിന്റെ മുമ്പിലേക്ക് അബൂ സുഫിയാൻ വന്നു. മകള് ബാപ്പയെ കണ്ടു. മകളെ മുഖത്ത് വല്ല ഭാവമാറ്റമുണ്ടോ? ഇല്ല. കൊല്ലങ്ങൾക്ക് ശേഷമാണ് ബാപ്പയെ കാണുന്നത്. പ്രത്യേകിച്ചൊന്നും ആ മകളെ മുഖത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിനെതിരെ ഉഹദ് മുതൽ ഈ സമയം വരെ എല്ലാ സംഘടനകളുടെയും മുന്നിൽ നിന്നത് തന്റെ ബാപ്പയാണെന്ന് ഈ മകൾക്കറിയാം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവും അല്ലാഹുവിന്റെ റസൂലുമായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ നടക്കുന്ന മക്കയിൽ ഏറ്റവും വലിയ പ്രധാനി തന്റെ ബാപ്പയാണെന്ന് അറിയാം. അതുകൊണ്ട് ബാപ്പയോട് പ്രത്യേകമായി ഒന്നും ഈ മകൾ പറഞ്ഞില്ല. അല്ല, തന്റെ വീട്ടിലേക്കൊന്ന് കയറി ഇരിക്കാൻ പോലും മകൾ ബാപ്പയോട് പറഞ്ഞില്ല. പക്ഷേ അബൂ സുഫിയാൻ മകള് കയറിയിരിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. മകളുടെ സമ്മതമില്ലാതെ തന്നെ അബൂ സുഫിയാൻ വീട്ടിലേക്ക് കയറുകയാണ്. കയറിയപ്പോൾ മകൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അതും പറഞ്ഞില്ല. പറയാതെ തന്നെ അബൂ സുഫിയാൻ അവിടെ നിലത്തിരിക്കുകയാണ്. അങ്ങനെ നിലത്തിരിക്കുന്ന ആളുകളാണ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെറിയ ഒരു ഉയരുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുള്ളൂ, അവിടെ നിലത്തിരുന്നു. അബൂ സുഫിയാൻ ഇങ്ങനെ നിലത്തിരുന്ന മകളോടെന്തോ സംസാരിക്കുമ്പോഴാണ് ഇപ്പുറത്തൊരു ചെറിയ ഇരിപ്പിടം കാണുന്നുണ്ട്. ആ ഇരിപ്പിടത്തിൽ നല്ല ഒരു വെളുത്ത വിരിയൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട്. മക്കയുടെ രാജാവാണെന്ന് അബൂ സുഫിയാൻ ആ വിരിയും ഇരിപ്പിടം കണ്ടപ്പോ അബൂ സുഫിയാൻ നിലത്തുനിന്നടിയിട്ട് ആ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങ് വന്നപ്പോ മകളായ ഉമ്മു ഹബീബ ആ ഇരിപ്പിടത്തിന്റെ അടുത്തേക്ക് ഒറ്റ ചാട്ടമാണ്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയുമോ? അതിന്മ വിരിച്ച വിരിയുണ്ടല്ലോ, അതങ്ങ് വലിച്ചെടുക്കുകയാ. ആ വിരിയൻ വലിച്ചെടുത്തു. ഇനി വാപ്പ ഇരിക്കാണെങ്കിൽ ഇരുന്നോട്ടെ. അയമട്ട ഒരു വെള്ളത്തുണിന്റെ കഷ്ണേ അത് ഈ മകളെ വിരിച്ചെടുത്തപ്പോ വലിച്ചെടുത്തപ്പോ അബൂ സുഫിയാൻ മക്കക്കാരുടെ രാജാവല്ലേ, മനസ്സ് പൊട്ടി. മകളോട് പറഞ്ഞു, ഉമ്മു ഹബീബ, എന്നെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്? അന സയ്യിദു മക്ക, ഞാൻ മക്കക്കാരുടെ രാജാവാണ്. ചന്തയിൽ കേവലം 4 ദിർഹം വില മാത്രമേ ഈ വിരിക്കുള്ളൂ. 400 ദിർഹമുള്ള വിരിയുടെ മുകളിൽ ഇരിക്കാനും നിന്റെ ഉപയോഗനാണ് ഉമ്മു ഹബീബ. ബാപ്പ മകളോട്. അപ്പൊ മകൾ വിനയത്തോടെ ഒരു വർത്തമാനം പറഞ്ഞു, വാപ്പാ, നിങ്ങളെ മക്കക്കാരൻ നേതാവാണെന്ന് എനിക്കറിയാം. എന്റെ വാപ്പാക്ക് 4 അല്ല 40 അല്ല 400 അല്ല 4000 ദിർഹം വരെയുള്ള വിരിപ്പുണ്ടെങ്കിൽ ആ വിരിപ്പിന്റെ മുകളിൽ ഇരിക്കാനും എന്റെ വാപ്പ യോഗ്യനാണ്. പക്ഷേ ഈ ഇരിപ്പിടത്തിൽ ഞാൻ വിരിച്ചു വെച്ച ഈ വിരീത ഇതിൽ എന്റെ വാപ്പാന്റെ ശരീരം തട്ടാൻ പറ്റില്ല. അതിനുള്ള യോഗ്യത എന്റെ വാപ്പാക്കില്ല.
സുഫിയാൻ ചോദിച്ചു, എന്തേ ഇവരുടെ പ്രത്യേകത? ഉടനെ മഹദി പറഞ്ഞ മറുപടി ഇതാണ്, ഇത് എന്റെ പുതിയാപ്പിളയും എന്റെ ഭർത്താവുമായ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടമാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം തട്ടുന്ന വിരിപ്പാണിത്. ഈ വിരിപ്പിലിരിക്കാൻ മക്കയുടെ രാജാവിന് ഇപ്പോൾ അധികാരമില്ല. അപ്പൊ അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ച ആളുകളെടുക്കല് അള്ളാന്റെ റസൂലിന് ഓല മനസ്സിലുള്ള സ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കണേ. എത്രയാണ് ഒരു കാണിച്ച ബഹുമാനം നിങ്ങൾ നോക്കൂ. മദീനയിലെ ഒരു മുനാഫിഖായ മനുഷ്യന്റെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നാണ് ചങ്ങായിന്റെ പേര്. മദീനയിലെ ഏറ്റവും വലിയ മുനാഫിഖായിരുന്നു അവന്. ഓ മരിച്ചപ്പോഴാണ് എന്നാ മദീന പള്ളിയിൽ ഉണ്ടാവും. മദീന പള്ളിയിൽ പറഞ്ഞ പണി എന്താ അറിയോ? നിസ്കാരത്തിന് സ്വഫ് കെട്ടി നോക്കുമ്പോ സ്വഫ് ശരിപ്പെടുത്തുന്ന പണിയുണ്ട്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് കണ്ണ് ചിമ്പിക്കാൻ പറയണത് കേട്ടാലേ ഏറ്റവും വലിയ മുന്നിനായിട്ടാ തോന്നുന്നു. എന്നാൽ അവിടുന്ന് പുറത്തിറങ്ങിയാൽ നേരെ ചെല്ലൽ അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുനാഫിഖുകളുടെ നേതാവായിരുന്നു. ഓ മരിച്ചപ്പോ ആളുകൾ പറഞ്ഞിട്ട് മയ്യിസ്കരിക്കാൻ റസൂലുള്ളാഹിനെ കൊണ്ടുപോയി. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളോണ്ട് പറയണതാണ്. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങിയത്, വലാ തുസല്ലി അലൈഹിം, നബിയെ നിങ്ങൾ അവരെ മയ്യിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു പരസ്യമായി പറഞ്ഞു. അവന്റെ മേൽ നിങ്ങൾ നിസ്കരിക്കരുതട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നിസ്കരിക്കാറുള്ളത്. അങ്ങനത്തെ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്നത്. ഈ ചങ്ങായി അവസരം കിട്ടിയാ അള്ളാഹുവിന്റെ റസൂലിനെ താത്തിക്കൊടുക്കും. കാരണം അങ്ങനെ മുനാഫിഖീങ്ങളാണല്ലോ. അപ്പൊ ഒരിക്കൽ ഇവൻ ഇങ്ങനെ എന്തോ ഒരു കഴുതയുടെ ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ട് കഴുതയുടെ വർത്തമാനവും കഴുതയുടെ വെളിയും അന്നത്തെ മാർക്കറ്റ് ഓലക്കൊരു സാധാരണ ഒരു വാഹനവും ചരക്ക് കൊണ്ടുപോകാനുള്ള ഒക്കെയാണ് അന്നത്തെ ഒരു കഴുത എന്ന് പറയുന്നത്. അപ്പൊ ഒരു കഴുതയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ആരോ ഒരാൾ പറഞ്ഞു, ചില കഴുതക്ക് ഒരു പ്രത്യേകമായ വാസന ഉണ്ട് എന്ന് പറഞ്ഞു. ചില കഴുതക്ക് അങ്ങനെ ഒരു വാസന ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഉടനെ ഇവൻ പറയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇന്നലെ ഹിമാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ നബി തങ്ങളെ കഴുതക്കും ഞാൻ അങ്ങനത്തെ ഒരു വാസന കണ്ടിട്ടുണ്ട്. കിട്ടിയ അവസരത്തിൽ ചില കഴുതകൾക്ക് ഒരു നാറ്റുണ്ടാകുന്ന ആരോ പറഞ്ഞപ്പോ ഇവൻ വേഗം അതാരെ മേത്തേക്ക് വെച്ചിട്ടാ നോക്കി, ത്വാഹ റസൂലുള്ളാഹി ഇന്നലെ ഹിമാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റീഹ, നബി തങ്ങളെ കഴുതക്കും ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട വാസന ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കണോ? അവന്റെ ഒരു ചോദ്യം. ഈ മനുഷ്യനെ തങ്ങൾ പറഞ്ഞപ്പോൾ അൻസാരിയായ സ്വഹാബി കേൾക്കുകയാണ്, അള്ളാന്റെ റസൂലിന്റെ കഴുതക്ക് ഒരു മോശപ്പെട്ട വാസന ഉണ്ടെന്ന് ഇവൻ പറഞ്ഞപ്പോ അൻസാരിയായ സ്വഹാബി കേട്ടു. ഫലമ്മാ സമിഅഹു, ആ സ്വഹാബി ഇതിനെ കേട്ടപ്പോൾ ആ സ്വഹാബി ചെയ്ത് കേൾക്കണോ, ഫഖലഅന ഇലാ, ആ സ്വഹാബി കാലുമൊന്ന് ചെരുപ്പണൂരി, ഫളറബ അലാ റസിഹി, എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് എന്ന മുനാഫിഖിന്റെ തലക്കടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഹബീസ്, ഖബീസ് എന്ന വൃത്തികെട്ടവനെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതയെ കുറ്റം പറയാനോടോ നീ? ഇന്നലി ഹിമാരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റീഹൻ അത്യബ മിൻ റീഹിക, നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണടാ അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുതക്കുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത ആക്ഷേപിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ചെരുപ്പ് തലക്ക് നാലെണ്ണം കൊടുത്തു. കഴുതന്റെ പ്രത്യേകം എന്താ പറയുന്നത്? ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണ് കഴുത. ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണ് കഴുത. അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ശബ്ദം വല്ലാതെ ഉയർത്തുന്ന ആളുകളെ കുറിച്ച്, വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ശബ്ദമൊന്ന് താഴ്ത്തി സംസാരിക്കണേ. വലിയ ശബ്ദമിട്ടത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും നേതാവാകുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ശബ്ദത്തിന്റെ വിഷയം പറഞ്ഞ ഖുർആൻ ആക്ഷേപിച്ച ജീവിയാണെന്ത്? കഴുത. ആ കഴുതയെ പോലും സ്വഹാബത്ത് മഹത്വമുള്ളതാക്കി. എന്തേ കാരണം? ഇതാരുടെ കഴുതയാണ്? അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അവർക്ക് മഹത്വം ഉണ്ടായിരുന്നു. ഹജ്ജത്തുൽ വദാഇന്റെ സമയങ്ങൾ നോക്കണം. നബി തങ്ങൾ മുടി വടിക്കുകയാണ്. അപ്പൊ ആദ്യം വലതു ഭാഗത്തെ മുടി വടിച്ചപ്പോഴേക്കും നബി തങ്ങളുടെ ചുമലിന്റെ താഴെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൈ കാണിച്ചു നിൽക്കുകയാണ്.
അപ്പൊ ആ മുടി ചാടിയത് അബൂ ത്വൽഹ റളിയല്ലാഹുവിന്റെ കയ്യിലേക്കാണ്. മുടി പഠിക്കുന്ന ആൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടത്തെ ഭാഗത്ത് മുടി പഠിച്ചപ്പോഴേക്കും അവിടെ മറ്റൊരു സ്വഹാബി ഉണ്ടായിരുന്നു കൈ കാട്ടി നിൽക്കാൻ. അപ്പം മുടിയൊക്കെ ഈ രണ്ട് സ്വഹാബികളുടെ കയ്യിലേക്കാണ് വന്നുപെട്ടത്. അപ്പൊ ആ മുടിന്ന് ഒരു മുടി ഷറഫാക്കപ്പെട്ട ഒരു ഷായർ മുബാറക് കിട്ടാൻ വേണ്ടിട്ട് സ്വഹാബത്ത് അങ്ങോട്ട് തിരക്ക് കൂട്ടാൻ തുടങ്ങി. പ്രബിധങ്ങൾ അബൂ ത്വൽഹയെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ത്വൽഹ യഖസിമുഹു ബൈനന്നാസ്, കിട്ടിയതൊക്കെ പാടങ്ങൾ പെരി കൊണ്ടോണ്ട, അതെല്ലാരും കോരി ചോദിച്ചിട്ടോന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓരോ മുടിയാണ് കൊടുക്കുന്നത്. അത് കിട്ടാൻ വേണ്ടി ഹജ്ജത്തുൽ വദാഇലെ ഹജ്ജ് നടക്കുന്ന സമയമാണത്. ഹജ്ജിൽ നിന്ന് തഹല്ലുലാകാണ്, മുടി പഠിച്ചുകാണ്ട് തല പഠിച്ചുകാണ്ട് സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടി കുറെ സ്വഹാബത്തിന് കിട്ടിയ ആളുകൾക്കുള്ള സന്തോഷത്തിന് നിറങ്ങൾ. അവര് പിന്നെ മരണപ്പെടുവോളം എല്ലാവരും മരണപ്പെടുന്നതിന് മുമ്പേ അനന്തരാവകാശികൾ അത് ഏൽപ്പിക്കുകയാണ്. അതിൽ രോഗം വരുന്ന സമയത്ത് ആ മുടിമുക്കിയ വെള്ളം അവർ കുടിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങൾക്കും ആ ഷറഫാക്കപ്പെട്ട ഷാറ് കൊണ്ടവർ ബറക്കത്തെടുക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ തലയിൽ നിന്ന് കളഞ്ഞ മുടിക്ക് പോലും അവർ പ്രാധാന്യം കൽപ്പിച്ചു. അല്ല, എന്താ മുടി അല്ല. നമ്മുടെ നാട്ടിലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള ഒരു സ്വഹാബി, ഹാലിഖായ സ്വഹാബി. ഹാലിഖ് പറഞ്ഞാൽ അല്ല ഒസ്സാൻമാർ, അന്നത്തെ മുടിയൊക്കെ വടിച്ചു കൊടുക്കുന്ന ആളുകൾ. അത് ശരിക്കുള്ളതൊരു പാരമ്പര്യമാണ്. ആ സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനെ പാരമ്പര്യമായി പോകുന്ന ഒസ്സാന്മാർ ഇന്ന് നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഒരു വലിയ ബഹുമാനമുള്ളവരാണ്. ഇപ്പൊ ബാർബർ പണി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇപ്പത്തെ ബാർബർമാരെല്ലാം പറയുന്നത് അത് അതല്ല. പരമ്പരയായി പോരുന്ന ആ സ്വഹാബിയുടെ പരമ്പരയിൽ നിന്ന് പോരുന്ന ഹല്ലാക്കുകൾ ഉണ്ടെങ്കിൽ ഒരു വലിയ മഹത്തുള്ള ആൾക്കാരാണ്. നമ്മളങ്ങനെ ചിലപ്പോ ചില വർത്താനത്തിലൊക്കെ പറയാൻ പാടില്ല. കാരണം എന്താ പോലെ വലിയ പ്രത്യേകത ഉണ്ട്. അവർക്ക് മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിജാമ കപ്പിട്ടിട്ട് രക്തമെടുക്കുന്ന ചികിത്സ ഉണ്ടല്ലോ, ഈ ഹിജാമ ചെയ്ത രക്തമൊക്കെ ഒരു പാത്രത്തിലാക്കി ആ രക്തം കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞു. ഈ സ്വഹാബ് എന്ത് ചെയ്യുന്ന മുത്തുനബി തങ്ങളുടെ കണ്ണിൽ നിന്ന് മാറിയപ്പോൾ ആ രക്തം കുടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ രക്തം ആ സ്വഹാബി കുടിച്ചു. സാദാ ഫിഖഹിന്റെ മസല രക്തം നജസാണെന്നല്ലേ, അതൊക്കെ അല്ലാഹുവിന്റെ റസൂലുള്ള മസലല്ല പറയണമെന്ന് നമ്മുടെ നാട്ടിലെ വഹാബികളൊന്നും കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ഈ സ്വഹാബി രക്തം കുടിച്ചു. തിരിച്ചു വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടെ ഈ രക്തം ഒഴിവാക്കിയെന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂല കേട്ടോ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞു. അത് ഞാനത് കുടിച്ചു എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി കേൾക്കണോ? ഇന്നല്ലാഹ ഹറമ ജസദക അലന്നാർ, ഇനി ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ നരകം തൊടുകയില്ല. കാരണം നിങ്ങളുടെ ശരീരത്തോട് എന്റെ രക്തം കലർന്നിട്ടില്ലേ. എന്റെ രക്തം കലർന്ന് നിങ്ങളുടെ ശരീരം ഇനി നരകം സ്പർശിക്കുകയേ ഇല്ല. ആ കാലത്ത് ഹല്ലാഖായ സ്വഹാബി ആ ഒരു നേട്ടം വേറെ സ്വഹാബിയൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ ഒരു പരമ്പര, ആ പരമ്പരയിലുള്ളവരാണെങ്കിൽ അവർക്ക് ആ ബഹുമാനം കൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ കാരണം എന്തുകൊണ്ടോലെ ബഹുമാനിക്കണവരുടെ അല്ലാഹുവിന്റെ റസൂലിനെ അത്രയും ബഹുമാനിച്ച ആൾക്കാരാണോ? അതാണല്ലോ പ്രത്യേകത. അല്ലാതെ ഓരോ ഒസ്സാമാരായി എന്നുള്ളതല്ല പ്രത്യേകത. ഓലെ വെല്ലിപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെ രക്തം കുടിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകത അവർക്കുണ്ട്. അതിന് പോലും മഹത്തായിരുന്നു. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വളരെ ധീരനായ സ്വഹാബിയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതകൾ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത ഓരൊറ്റ യുദ്ധത്തിലും ഇസ്ലാമിന് പരാജയം ഉണ്ടായിട്ടില്ല. സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ പടവാൾ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ട ഒരു സ്വഹാബിയായിരുന്നു സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് യർമൂക്ക് യുദ്ധം ഉണ്ടായത്.
ഈ യർമുക്ക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ഖാലിദ് ബിൻ വലീദ് തങ്ങളാണ്. യുദ്ധം അങ്ങനെ ദിവസങ്ങൾ നീണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ശക്തമായ മുസ്ലിം സേന പോരാടിയപ്പോൾ വല്ലാത്ത വിജയമാണ് മുസ്ലിമുകൾക്ക് ഉണ്ടായത്. ആയിരക്കണക്കായ ശത്രുക്കൾ കൊല ചെയ്യപ്പെട്ടു, കൂട്ടം തെറ്റിയോടി, കോടികളുടെ ഗനീമത്ത് സ്വത്ത് പടക്കളത്തിൽ ഉപേക്ഷിച്ച് അവർ ഓടിപ്പോയി. മുസ്ലിമീങ്ങൾ ഈ സ്വത്ത് മുഴുവൻ ആ പടക്കളത്തിലൂടെ അങ്ങനെ അവർ പരന്ന് നടന്ന് അതങ്ങോട്ട് വാരിക്കൂട്ടിണ്ടാക്കുന്ന സമയമാണ്. ആ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇത്ര വലിയ വിജയം ഉണ്ടാക്കി ഇത്ര വലിയ സമ്പത്ത് വാരിക്കൂട്ടി കാര്യമാണ്. അപ്പൊ കരയുമ്പോൾ ആളുകള് യുദ്ധത്തിൽ അവരുടെ നേതാവ് ഖാലിദ് ബിൻ വലീദ് അല്ലേ, എന്തിനാണ് നേതാവ് കരയുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. എല്ലാവരും ചുറ്റുഭാഗത്തും കൂടുകയാണ്. ചില ആളുകൾ പറഞ്ഞു, ഖാലിദ് എന്നവരെ നിങ്ങൾ കരയുന്നത് എന്തിനാണ്? നിങ്ങളല്ലേ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത്, ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം കിട്ടില്ല, ഒരുപാട് ഗനീമത്ത് സ്വത്ത് നമുക്ക് ലഭിച്ചില്ലേ, പിന്നെ നിങ്ങൾ കരയുന്നത് എന്തിനാ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കൂട്ടുകാരെ, എന്റെ തലയിൽ ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന എന്റെ തൊപ്പി കാണുന്നില്ല, ആ തൊപ്പി കാണാത്തത് കൊണ്ട് കരയുക. എല്ലാവരുടെ കൂടെ തൊപ്പി ഒന്ന് തരാൻ കൂടുമോ? ഗനീമത്ത് സ്വത്തുകൾ കോടിക്കണക്കിന് സമ്പത്ത് മുശ്രിക്കീങ്ങളാ പടക്കളത്തിൽ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടിപ്പോയ ഗനീമത്ത് സ്വത്ത് എല്ലാവരും വാരിക്കൂട്ടുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഗനീമത്ത് സ്വത്തൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾ എന്റെ കൂടെ എന്റെ തൊപ്പി ഒന്ന് തരാൻ കൂടുമോ? അപ്പൊ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ് തങ്ങളെ, നിങ്ങൾ എന്തിനാണ് ആ തൊപ്പിയെ തെരഞ്ഞു നടക്കുന്നത്? അത് പഴയ തൊപ്പിയല്ലേ, അതൊരു കീറിപ്പറഞ്ഞ തൊപ്പിയല്ലേ, പിന്നെ നിങ്ങൾ അതിനു വേണ്ടി കരയുന്നത് എന്തിനാണ്? ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതിന്റെ കൂടെയുള്ളവരെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കണേ, ഈ പടക്കളത്തിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയില്ല. ഇതാ പറഞ്ഞ തൊപ്പില്ലേ, ഞാൻ പോരില്ല മദീനത്തേക്ക്. എല്ലാവരും കറങ്ങി, പിന്നെ എല്ലാവരും തൊപ്പി തെരയാൻ തുടങ്ങി. ആയിരക്കണക്കിന് സ്വഹാബത്ത് ആ പടക്കളത്തിന്റെ വിജനമായ മരുഭൂമിയിൽ വെച്ച് തൊപ്പി തെരയുകയാണ്. മണിക്കൂറുകൾ തെരഞ്ഞപ്പോൾ മണലിന്റെ അടിയിൽ പൂണ്ട് കിടക്കുന്നതായ നിലയ്ക്ക് തൊപ്പി കിട്ടുകയാണ്. ആ കിട്ടിയ തൊപ്പി ഖാലിദ് ബിൻ വലീദിന്റെ കയ്യിൽ കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ്! ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിച്ച സമയമുണ്ടല്ലോ, ആ സമയത്തുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം ഈ തൊപ്പി കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ടവർ പ്രകടിപ്പിക്കുകയാണ്. പലരും ചോദിച്ചു, അല്ല ഖാലിദ് ബിൻ വലീദ് എന്നവർ എന്താ ഇത്, യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചപ്പോ പോലും ഇത്ര വലിയൊരു സന്തോഷം കണ്ടില്ല, ഈ ഒരു കീറിയ തൊപ്പി കിട്ടിയിട്ടാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്? ഖാലിദ് പറഞ്ഞെന്താ, ഈ തൊപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ തൊപ്പി ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് മുത്തനബി തങ്ങൾ അവിടുത്തെ മുടി വരണ്ടിയ സമയത്ത് അബൂതുല്ല തങ്ങൾ ആ മുടി വീതിച്ച സമയത്ത് അവിടുത്തെ സർഫാക്കപ്പെട്ട ഷായർ മുബാറക്ക് എനിക്കൊന്ന് കൊതിയിരുന്നു. ഈ തൊപ്പിയുടെ ഉള്ളിൽ ഞാനത് തുന്നി പൊടിപ്പിച്ചിട്ടുണ്ട്. തൊപ്പിന്റെ പ്രത്യേകത. ഞാൻ ഈ തൊപ്പി ധരിച്ച ഓരോ യുദ്ധത്തിലും എനിക്കും ഇസ്ലാമിനും പരാജയം ഉണ്ടായിട്ടില്ല. ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ ഷാർ മുബാറക് വെച്ച് ഈ തൊപ്പിയെങ്ങാനും ഇവിടെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ ഒരിക്കലും എന്റെ മദീനയിലേക്ക് പോകുകയും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കൊടുത്ത ബഹുമാനത്തിനാണെന്ന് എല്ലായിടത്തും പറഞ്ഞാൽ തീരുവല്ല. അത് നമ്മൾ ദിവസങ്ങളോളം പറഞ്ഞാലും സ്വഹാബത്ത് മുത്തനബി തങ്ങൾ കൊടുത്ത ബഹുമാനം സ്നേഹം പറഞ്ഞറിയിക്കൽ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ട മോമിനങ്ങളെ, ആ സ്വഹാബത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ, ആ സ്വഹാബികളുടെ പിന്മുറക്കാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏത് വിധത്തിലാണോ ഈ സ്വഹാബത്ത് സ്നേഹിച്ചത്, ബഹുമാനിച്ചത്, ആദരിച്ചത്, അതേ പാതയിൽ നിന്ന് ആ മുത്തനബി തങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മൾ മുഅ്മിനീങ്ങളാവുകയുള്ളൂ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിന്റെ ശരിയായ സ്ഥാനം അറിഞ്ഞ് ആ ഹബീബിനെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു അതിന് കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഉത്തരവ് തങ്ങളുടെ മധു പറയാറില്ല, നഷ്ടൊന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല ഇവിടെ ചെലവഴിച്ച സമയങ്ങളൊക്കെ വലിയ സമ്പാദ്യങ്ങളായി ആഖിറത്തിൽ അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ചയാണ് റബീഉൽ അവ്വൽ 12.
ഈ തിങ്കളാഴ്ച 12 അത് വലിയൊരു തോഫീഖാണല്ലോ, അത് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് സഹോദരിമാരോട് അടക്കാണ് ഞാൻ പറയുന്നത്, എല്ലാവരും 12 അന്ന് സുബഹിക്ക് ഒരു 3:30 മണിക്കെങ്കിലും എണീക്കണം. എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. അന്ന് പിന്നെ ആരും പിന്നെ കടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിലേക്ക് ഭൂജാതനായ ആ സമയത്ത് എല്ലാവരും വീട്ടിലോ പള്ളിയിലോ ഇരുന്ന് മുത്തുനബി തങ്ങളുടെ മദ്ഹുകള്, മൗലിദുകൾ, സ്വലാത്തുകൾ പാടിപ്പാടുന്നവരാകണം. അതിന് നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ നബി തങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുള്ളത്? ഒരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ സഹോദരിമാരൊക്കെ 3:30 എണീറ്റ് ഒരു 4 മണിയാകുമ്പോഴേക്ക് മുസല്ലൊക്കെ വിരിച്ച് നല്ല അത്തറൊക്കെ പൂശി ഇരുന്നിട്ട് നല്ല സന്തോഷത്തിലിരുന്നിട്ട് പെരയിൽ വേറെ കുട്ടികളോ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓല കൂട്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മൗലിദ് ഓതുക, അശ്റഖ ബൈത്ത് ചൊല്ലുക, സലാം ബൈത്ത് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഒന്നിനും ബൈക്കാത്തുള്ളിരുന്നു സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ദുആർക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പുരുഷന്മാര് മുഴുവനും പള്ളിയിലേക്ക് വരണം. ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിൽ ഒരൊറ്റ ആണുങ്ങളെ ആ സമയത്ത് നിങ്ങൾ പെരയിൽ നിർത്തരുത്. 3:30 മണിക്ക് എല്ലാവരും വിളിച്ചുണർത്തുക. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് എത്രത്തോളം നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാൻ പറ്റുമോ അത്രത്തോളം അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം എല്ലാവരും സുബഹിക്ക് പള്ളിയിൽ വരാൻ. ഇൻഷാ അല്ലാഹ് കൃത്യം 3:50 നമുക്ക് മൗലൂദ് തുടങ്ങും. എത്രക്ക്? 5 മണിക്കാണ് ബാങ്ക്. 3:50 മൗലൂദ് തുടങ്ങിയാൽ 1 മണിക്കൂറും 10 മിനിറ്റാണ് നമുക്ക് ഉണ്ടാകുക. ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കത് തീർക്കണം. അതിനാണ് പറയുന്നത് 3:50 ഇൻഷാ അല്ലാഹ് 3:50 തന്നെയാണ്. കൃത്യം 3:50 നമ്മൾ അൽഫാത്തിഹ വിളിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉപ്പമാര് വരുമ്പോൾ നിങ്ങൾ മാത്രം വന്നാൽ പോരാ. ഒരു 6, 7, 8 വയസ്സിന്റെ മേലുള്ള നിങ്ങളെ പേര് ആൺകുട്ടികളൊക്കെ പേര് മജ്‌ലിസിലേക്ക്, ആ മൗലിദിന്റെ സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. വളരെ ഭംഗിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൂജാതനായ ആ സമയം നമുക്ക് മദ്ഹിലും സ്വലാത്തിലും ഇങ്ങനെ നമുക്ക് ആ ജന്മദിനം ആഘോഷിച്ച് നമുക്ക് സന്തോഷത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പിന്നെ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്ട്, നമുക്ക് ആ 12ന്റെ ഭക്ഷണം അന്ന് മൗലിദ് ഓതിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കണം, പൊറാട്ടയും മാംസമൊക്കെ കൊടുക്കണം. അപ്പൊ അതിന് സാധിക്കുന്ന ആളുകളൊക്കെ അതിന് സ്വയം തയ്യാറാകണം. അതിനേക്കാൾ വലിയ അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ സമയത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു മനുഷ്യന് കഴിയാറുണ്ട്. ഞാൻ എന്താണ് അതിന് മനുഷ്യന് അതിനേക്കാളും വലിയ തൗഫീഖ് എന്താ? അതിന് നമ്മളെ സമ്പത്ത് ചെലവഴിക്കാനൊന്നും യാതൊരു മടിയാരും കാണണ്ട. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 500 പൊറാട്ട വേണ്ടി വരും. അതിനെ തികയോ ഇല്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ 600 പൊറാട്ട വേണ്ടി വരും. അപ്പൊ അത് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുക്കാം. അതിന് മാംസം വേണ്ടി വരും, അത് ഫുള്ളായിട്ട് കറി എന്റെ വകയാണ്, ചായ എന്റെ വക, അല്ലെങ്കിൽ പൊറാട്ട എന്റെ വക. അതിനൊരു 1000, 2000, 5000, 10000 ചെലവാക്കാന്ന് പറഞ്ഞാല് അള്ളാഹു സമ്പത്ത് തന്ന ആളുകൾ അതിനൊരിക്കലും മടി കാണിക്കുകയാണ്. കാരണം അതൊരു തൗഫീഖാണ്. അതൊക്കെ എന്ന് പറഞ്ഞാല് ഏത് കോലത്തിലാണ് ആഖിറത്തിൽ നമുക്കത് ഉപയോഗപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു റസൂൽ അതാണ് പറഞ്ഞത്, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് നിങ്ങൾ ഓല കൂടെ സ്വർഗത്തിലുണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ ഒരു 12ന്റെ സുബൈക്കത്തെ ചായയും കടിയും നമ്മൾ കൊടുത്തത് അതെങ്ങാനും മുത്ത ഹബീബ് റൗളയിൽ ഇരുന്നിട്ട് അവിടത്തോടുള്ള സ്നേഹമായിട്ട് അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരൊറ്റ അമല് മതിയാവും നമ്മൾ ആഖിറ രക്ഷപ്പെടാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതിന് പറ്റുന്ന ആളുകളൊക്കെ ഒന്നിലൊരു 100 പൊറാട്ട കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിനുള്ള കാശ് കൊടുക്കുക. അത് മുഴുവൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ എല്ലാവരും ചെയ്യും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അതൊരിക്കലും ഒരു ചെറിയ അമലായിട്ട് ആരും കാണാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മുത്തുനബി തങ്ങളുടെ മൗലിദിന് 1 ദിർഹം ഒരാൾ ചെലവഴിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിന്റെ കൂട്ടുകാരനേക്കാണ് എന്നാ പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് തരട്ടെ. പിന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച രാത്രി ഞാനും എന്റെ കൂടെ കുറച്ച് ആളുകളും ഞങ്ങൾ ഉംറക്ക് പോകുകയാണ്. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മഖബൂലും മർദിയുമായ ഉംറയും സിയാറത്തൊക്കെ നിർവഹിച്ച് സന്തോഷത്തോടെ തിരിച്ചു നടത്തണം. അതിന് തൗഫീഖ് ഉണ്ടാകാനും അതുപോലെ തന്നെ യാത്രയിൽ കൂടെയുള്ള ആളുകളോടൊക്കെ അമലുകളൊക്കെ ശരിയാക്കി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അമീറായിട്ട് പോകാൻ അതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളെ സ്വന്തം കാര്യം നോക്കിയാൽ പോരല്ലോ, കൂടെ പോരുന്ന ആളുകളിൽ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും നടക്കാൻ വെയ്ക്കണോലും വെയ്ക്കാത്തോലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ അമലുകളൊക്കെ ശരിക്ക് ചെയ്യിപ്പിച്ച് റാഹത്താക്കി കൊണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ അധ്വാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അള്ളാഹിന്റെ തൗഫീഖ്
തൗഫീഖ് ഉണ്ടായാൽ അത് വളരെ എളുപ്പമാണ് താനും. അപ്പൊ അതൊക്കെ റാഹത്തിലാകാനും സന്തോഷത്തിലാകാനും അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകാനും നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് യാത്രയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും വെച്ച് നമ്മുടെ മഹല്ല് നിവാസികളെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അടുത്ത ബുധനാഴ്ച രാത്രി ഒരു 12 മണിക്ക് 11:30 പള്ളിക്കൊന്ന് പുറപ്പെടും ഇൻഷാ അല്ലാഹ്. വ്യാഴാഴ്ച രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. കൂട്ടത്തിലൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മളെന്ന് പറഞ്ഞ ഹുദൈബിയ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട മുത്തനബി തങ്ങളുടെ ജന്മസ്ഥലം, ഖദീജ ബീവിന്റെ ഖബർ, ഇങ്ങനെ തുടങ്ങി മക്കയിലും മദീനയിലൊക്കെ ഉംറക്കും ഹജ്ജിനും പോയ ആളുകൾക്ക് അറിയാലോ. അതൊക്കെ നേരിട്ടൊന്ന് കണ്ട് അവിടെ നിന്നൊന്ന് ദ്വാരക്കാ സലാം പറയാന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ ഉള്ളത്. പിന്നെ മാത്രല്ല, പിന്നെ നമ്മളൊക്കെ കേന്ദ്രം മദീനയാണ്. മദീനയുടെ സമയം എന്ന് പറയുന്നത് റബീഉൽ അവ്വലാണ്. ഈ റബീഉൽ അവ്വലിൽ മദീനയിൽ ചെല്ലുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. തിരക്കൊക്കെ ഉണ്ടാവും, പക്ഷെ ആ മദീനക്കാരുടെ ആ സ്നേഹവും സന്തോഷവും അവർ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അവർ കാണിക്കുന്ന ആഹ്ലാദവും അവരുടെ ദാനധർമ്മങ്ങളും അവരുടെ പലഹാര വിതരണമൊക്കെ ഇങ്ങനെ കാണുന്നത് അത് റബീഉൽ അവ്വൽ തന്നെ അനുഭവിച്ചറിയാന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പൊ അല്ലാഹു തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹ് നമുക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. കൂട്ടത്തിലൊരു കാര്യം പറയും, ഇന്ന് മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് ട്രാവൽസാരം വിളിച്ചിരുന്നു. അപ്പോ ശനിയാഴ്ച ഉംറന്റെ ക്ലാസ്. അൽഹംദുലില്ലാഹ് ഇവിടുന്ന് കുറെ ആളുകൾ 5-8 ആളുകളൊക്കെ എന്റെ കൂടെ പോരുന്നുണ്ട്. അല്ലാഹു ഓലൊക്കെ യാത്ര സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പോ ഉംറ ക്ലാസ്സിനുള്ള സ്ഥലം റെഡിയാക്കാൻ വേണ്ടി കണ്ട് വന്നപ്പോൾ ട്രാവൽസാരം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 3 സീറ്റ് കൂടി എന്തുണ്ട് ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള സഹോദരിമാരോടും സഹോദരങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണം, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഒറ്റക്കോ കുടുംബമായിട്ടൊക്കെ ഉംറക്ക് പോരണമെന്ന് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഒരുങ്ങണം. അടുത്ത ഈ സമയം നമ്മൾ ഇൻഷാ അല്ലാഹ് മക്കത്തേക്ക് അടുത്ത വ്യാഴാഴ്ച സുബഹിക്ക് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും. വളരെ കുറഞ്ഞ ചാർജേ ഉള്ളൂ. റബീഉൽ അവ്വലിൽ സാധാരണ അപേക്ഷിച്ചുള്ള ചാർജ് വളരെ കുറവാണ്. ആപേക്ഷികമായിട്ട് ചാർജിലും കുറവുണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആളുകൾ ഇനിയിപ്പോ 3 ആളില്ലെങ്കിലും പോക്ക് നടക്കും. ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും ട്രാവൽസ് മുഖേന വരികയും ചെയ്യും. ചെന്ന് മൂപ്പർ അങ്ങനെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ശ്രദ്ധയിലൊന്ന് പെടുത്താണ്. ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് പോരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നാളെ ബന്ധപ്പെടണം. മറ്റന്നാൾ ശനിയാഴ്ച ക്ലാസ് ആണ്. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പാസ്പോർട്ട് തന്നാൽ നമ്മൾ സ്വീകരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ക്ലാസ് കേൾക്കാത്ത ഒരാളെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഉംറക്ക് പോയാൽ ഓലെ ഫസ്റ്റത്തെ ഉംറ ചിലപ്പോൾ ശരിയാവില്ല. കാരണം ഇഹ്റാമും തവാഫും നിയമങ്ങളൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഒരു പഠിപ്പിച്ചു കൊടുക്കാൻ മക്കയിൽ എത്താതെ ഒരു അവസരം കിട്ടൂല. അപ്പൊ ആരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടണമെന്ന് കൂടി അറിയിക്കുന്നു. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മജ്‌ലിസ് നൂർ ചൊല്ലുകയാണ്. പെട്ടെന്ന് മജ്‌ലിസ് നൂർ ചൊല്ലി തീർക്കും. 5 ബൈത്തിൽ ഒരു ജവാബ് ചൊല്ലിയിട്ടാണ് മജ്‌ലിസ് നൂർ ചൊല്ലുക. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് സാധാരണ നമ്മളെ പള്ളിയിൽ നടക്കുന്ന ഇശാന്റെ ശേഷമുള്ള മൗലിദ് നമുക്ക് ഓതണം. അത് ഓതിട്ട് നമുക്ക് ദ്വാരക്കാം. അൽ ഫാത്തിഹ.